അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി. നല്ല സസ്പെൻഷനാണ് വേറെ ലെവല്. ഇതിൻ്റെ ഷോക്ക് ഡുവലായതുകൊണ്ട് ഇത് കട്ടർ ചാടിയാലും നമുക്ക് വലിയ ഫീൽ ചെയ്യില്ലല്ലേ. ടോട്ടൽ ഇപ്പോൾ എത്രയായി നമ്മളെ ഈ ഒരു ബൈക്ക് ഉണ്ടാക്കാനുള്ള ചിലവ് എത്രയായി? അപ്പോൾ നമ്മളിതാ വണ്ടി ഓടിക്കാൻ പോകണ്ടാവും. അപ്പോൾ നമ്മൾ അസീബ് ഉണ്ടാക്കിയ മിനിയേച്ചർ രൂപങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ഒരു ട്രക്കാണ്, നമ്മളെ പണ്ടത്തെ ആ ഒരു ടാറ്റ എസി ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഡീസൽ പെട്രോളിൻ്റെ വിലയൊക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മളെ ഇലക്ട്രിക് വണ്ടികൾ കൂടുതലായിട്ട് വിപണിയിൽ വരാൻ തുടങ്ങിയതും ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയതും അത് വാങ്ങാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് ഒരു ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മൾ അസീബ്. അപ്പോൾ അസീബിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അസീബ് ഉണ്ടാക്കിയിട്ടുള്ളത് വെറും ഒരു ഇലക്ട്രിക് ബൈക്കല്ല, ഇത് ഗിയറുള്ളൊരു ഇലക്ട്രിക് ബൈക്കാണ്. അപ്പോൾ ഗിയറുള്ള ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു ബൈക്ക് എങ്ങനെ ഓടിക്കുന്നു, അതിൽ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ലാതാണ് അസീബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഒരു എഞ്ചിനുള്ള ഒരു ബൈക്ക് ഓടിക്കുന്ന ആ ഒരു ഫീല് ഇത് ഓടിക്കുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇങ്ങനെ ഒരു ബൈക്ക് ഉണ്ടാക്കാനുള്ള ആഗ്രഹം തോന്നിയിട്ട് എത്ര കാലമായി? പണ്ട് മുതൽക്കുള്ള ഒരു ആഗ്രഹമാണോ ഇങ്ങനെ ഒരു ബൈക്ക് ഉണ്ടാക്കണം? 8ാം ക്ലാസ് പഠിക്കുന്ന ആ ടൈമിലാണ് അന്ന് മുതലേ ഇങ്ങനെ ഒരു ബൈക്ക് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം. ബൈക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. അത് ഇലക്ട്രിക് തന്നെ ആവാനുള്ള കാരണം എന്താണ്? മറ്റേ പെട്രോളിൽ നമുക്ക് റോഡിൽ ഇറക്കാൻ പറ്റില്ല. ഇതിപ്പോൾ റോഡ് ലീഗലായിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ഇലക്ട്രിക് ആണെങ്കിൽ നമുക്ക് ലീഗലായിട്ട് കൊണ്ടെടുക്കാൻ പറ്റും. പിന്നെ ഒരു സ്പീഡിൻ്റെ കണക്കുണ്ട്, അതിനനുസരിച്ചില്ല. RTOൻ്റെ ഇതിൽ ഇതുണ്ട്, വെബ്സൈറ്റിലുണ്ട് ഇതിൻ്റെ കണക്കല്ലേ. ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വണ്ടിയിൽ നിന്ന് കാണാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു അഡ്വഞ്ചർ ടൈപ്പ് നമുക്ക് തന്നെ അറിയാം, അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ 2 LED ലൈറ്റ്സുകൾ കാണാം. ഇതൊക്കെ ഇതിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്ന സാധനമാണ്. എക്സ്ട്രാ ഫിറ്റിങ്സിലെ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ടൈപ്പ്. ഇത് ഈ ഫ്രണ്ട് വീല് ഈ ഒരു ബേസ് മൊത്തം വരുന്നത് ഏതാണ്? ഇത് വണ്ടി അപ്പാച്ചിൻ്റെ അല്ലേ. പിന്നെ അവിടെ ഒരു മീറ്റർ കൺസോൾ കാണാം. ഇതും അസീബ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ് അല്ലേ, കസ്റ്റമൈസ് ചെയ്തെടുത്താണ്. ഇതൊക്കെ ഏത് മെറ്റീരിയൽ വരുന്നത്? ഇത് അക്രലിക്കാണ് ഇതിൻ്റെ ഗ്ലാസ് ആയിട്ട് ഫ്രണ്ട് ഭാഗം. പിന്നെ ഇത് ACP മൾട്ടിവുഡ് യൂസ് ചെയ്ത് കണ്ടാണ്. ഇതിലിപ്പോൾ നമുക്ക് ബാറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ബാറ്ററി എത്ര ശതമാനമായി, ബാറ്ററി ലോ ആയോ എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ കീ വരുന്നത്. മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് കീൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 സൈഡിൽ 2 ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പിന്നെ വന്നാൽ ഇവിടെയൊക്കെ ഒരു സ്പോർട്ടി ലുക്കിന് വേണ്ടി നമ്മളെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ കാര്യം പറയാം. ടാങ്കിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ടാങ്കിൻ്റെ രീതിയിൽ കൊടുത്ത ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നില്ലേ. ഈ സ്കൂളിലത്തെ ടീച്ചേഴ്സിൻ്റെ വക പ്രോത്സാഹനമായിട്ട് വാങ്ങി തന്നാണല്ലേ. അപ്പോൾ അവരൊക്കെ നല്ല സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞല്ലേ. അപ്പോൾ ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്ര ബാറ്ററിൻ്റെ AH കാര്യങ്ങളൊക്കെ എത്ര? ഇത് 48 വോൾട്ട് 24 AH. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പവറുള്ള ബാറ്ററിയാണ് അല്ലേ. അപ്പോൾ ഈ ടാങ്കിൻ്റെ താഴെയായിട്ട് തന്നെ മോട്ടർ വരുന്നുണ്ട് അല്ലേ. മോട്ടർ ഈ ഒരു ഭാഗത്താണ് മോട്ടർ വരുന്നത്. അപ്പോൾ മോട്ടർ ഏതാ? BLDCൻ്റെ മോട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം പവറുള്ള മോട്ടർ അല്ലേ. ഇതിപ്പോൾ ഏകദേശം ഫുൾ സ്പീഡ് എത്ര വരെ ഉണ്ടാവും? ഇത് 25 ഇപ്പോൾ. 25 വരെ അല്ലേ. പിന്നെ അത്യാവശ്യം ഹൈറ്റുള്ളതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് ഒന്നും കൂടി വലുതാക്കിയിട്ടുണ്ടല്ലേ, സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെയാണ് ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങൾ നമ്മൾ സാധാ ബൈക്കിൻ്റെ പോലെ തന്നെ. പിന്നെ വരുന്നത് സീറ്റൊക്കെ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയതാണ്. സീറ്റ് വേറെ ഏതെങ്കിലും വണ്ടിൻ്റെ ഈ ഫൈബർ എടുത്തുകൊണ്ട്. ഓക്കെ. പിന്നെ ബാക്കിൽ ഈ ഒരു സംഭവം ഒക്കെ സ്വന്തമായിട്ട് വെൽഡ് ചെയ്തുണ്ടാക്കില്ലേ. ഈ ഒരു ഫിനിഷിങ് കിട്ടാൻ എന്താ കാര്യം? ഇത് സാധാരണ ഒരു ഒറ്റൊരു ഇതായിട്ടാണ് വരുന്നത്, അതോ വെൽഡ് ചെയ്ത് ഇങ്ങനെ? ഇത് ഓരോ പീസുകളാണ്, മെറ്റലിൻ്റെ GIൻ്റെ ഓരോ പീസുകൾ വെച്ച് കണ്ടാണ് ഇത് മൊത്തം ചെയ്തിട്ട്. അത് വെൽഡ് ചെയ്തിട്ട് പോളിഷ് ചെയ്തെടുത്തു അല്ലേ. വെൽഡ് ചെയ്തതിന് ശേഷം പൊട്ടി വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഫിനിഷിങ് തന്നെ അത് വന്നിട്ടുണ്ട്, നല്ലൊരു വർക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ
പിന്നെ മറ്റുള്ള സാധാരണ നമ്മളെ ഇലക്ട്രിക് വണ്ടികളിൽ കാണുന്ന പോലെ തന്നെ റിവേഴ്സ് ഗിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റിവേഴ്സിക്ക് മറ്റേ ഫ്രണ്ടിക്ക് അങ്ങനെ അല്ലേ. പിന്നെ സാധാരണ നമ്മളെ ബൈക്കിലേക്ക് വരുന്ന കൺട്രോളുകൾ കാര്യങ്ങൾ. പിന്നെ എന്താ ഇവിടെയാണ് നമ്മളെ ചെയിൻ ഡ്രൈവ് ആണല്ലേ. നമ്മൾ ഗിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചെയിൻ ഡ്രൈവ് തന്നെയാണ്. അപ്പോൾ സാധാരണ ഒരു ബൈക്ക് ഓടിക്കുന്ന ആ ഒരു ഇതന്നെ നമുക്ക് കിട്ടില്ല, ഫീൽ തന്നെ. ഡുവൽ ഷോക്ക്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ ഇതിൻ്റെ ഷോക്ക് അബ്സർ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മളെ ബൈക്കിലൊക്കെ രണ്ട് സൈഡിൽ കാണുന്ന ആ ഒരു ഷോക്ക് അബ്സർ അവിടെ കൊടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താ? അത് സിംഗിളായിട്ട് അത് കൊടുത്തതിൻ്റെ അപ്പോൾ കുറച്ച് ഓവറായി ഡുവലാക്കിയില്ലേ. ഒരു നല്ലൊരു ആക്ഷൻ ഉണ്ടാവും അല്ലേ. ഒരു അഡ്വഞ്ചറൊക്കെ പോകുമ്പോൾ ഒരു ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു ആക്ഷനിൽ പോവാം. ഷോക്ക് ഡുവലായതുകൊണ്ട് കട്ടർ ചാടിയാലും നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ ഇതുപോലെ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഭാഗത്ത് തണ്ടർ ബോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അസീബിൻ്റെ ചാനലിൻ്റെ ആ ഒരു നെയിമും, അതായത് HR ക്രാഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസീബിൻ്റെ ചാനൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അസീബിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം അസീബിൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഇതുപോലെ ഈ ബൈക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മിനിയേച്ചർ രൂപങ്ങളൊക്കെ അസീബ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല പെർഫെക്ഷനിൽ അതുപോലെ ഡിറ്റോ ആയിട്ടാണ് അസീബിൻ്റെ ഇത് നിങ്ങൾക്ക് ചാനലിൽ പോയൊക്കെ കാണാൻ പറ്റും. ടോട്ടൽ ഇപ്പോൾ എത്രയായി നമ്മളെ ഈ ഒരു ബൈക്ക് ഉണ്ടാക്കാനുള്ള ചിലവ് എത്രയായി? 60 റേഞ്ചിൽ വന്നു. ഇതിനുള്ള പൈസ കാര്യങ്ങളൊക്കെ എങ്ങനെ? ബാക്കിയുള്ളവരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടോ? നല്ല സപ്പോർട്ടാണ്. വീട്ടുകാരൊക്കെ എങ്ങനെ സപ്പോർട്ട്? വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. അതിൽ മെറ്റീരിയലൊക്കെ കൊടുക്കുന്നതില്ലേ സാധനങ്ങൾ. പിന്നെ ഇവിടെ നാട്ടുകാരുടെ അഭിപ്രായമൊക്കെ എന്താ? ചുറ്റുപാടുള്ളവരൊക്കെ നല്ല അഭിപ്രായം അല്ലേ. ഇപ്പോൾ ഈ ഒരു വണ്ടി ഉപയോഗിച്ചപ്പോൾ എത്ര കിലോമീറ്റർ പോയിട്ടുണ്ടാവും കൂടുതൽ ദൂരമാണെങ്കിൽ? അധികം പോയിട്ടില്ല, ഇവിടെ അടുത്തൊക്കെ തന്നെ പോയിട്ടുള്ളൂ അല്ലേ. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് 270 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി. നല്ല സസ്പെൻഷനാണ് വേറെ ലെവല്. നമ്മൾ ഇവിടെ 2 സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി വണ്ടി നമുക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളിതാ വണ്ടി ഓടിക്കാൻ പോകണ്ട. അപ്പോൾ നമ്മൾ ഓടിക്കാൻ പോകണ്ട. ഇതിപ്പോൾ ഉള്ള സ്ഥലം നിങ്ങൾക്ക് തന്നെ അറിയാം, അത്യാവശ്യം ഒരു ഓഫ് റോഡിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ സസ്പെൻഷൻ വണ്ടിയില്ലേ, നല്ല സസ്പെൻഷനാണ്, നല്ല സുഖമുണ്ട്. നല്ല ഡ്രൈവിങ്ങിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ചെയ്യാറ്, നല്ല സുഖീകാരം ഡ്രൈവ് ചെയ്യാനൊക്കെ. ഇപ്പോൾ നമ്മൾ പോകേണ്ട റിവേഴ്സ് ഗിയറിലാട്ടോ. റിവേഴ്സ് ഗിയറാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത്. നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു ബട്ടൺ നിൽക്കിയാൽ നേരെ റിവേഴ്സിക്ക് നമ്മൾ ക്ലച്ച് വല്ല വിടുക, ആക്സിലേറ്റർ അങ്ങനെ കൊടുത്താൽ നമുക്ക് റിവേഴ്സ് അത്യാവശ്യം നല്ല ഭാഗത്ത് തന്നെ ബാക്കിൽ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടി നമ്മൾ ഓടിച്ചു. ഒന്നും പറയാനില്ല, കിടിലൻ, ഒരു രക്ഷയില്ല. നല്ല ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ കിടിലൻ സാധനം. അത്യാവശ്യം നല്ല പവറുണ്ട്, ഇലക്ട്രിക് ആയാലും അതിനനുസരിച്ചുള്ള നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അസീബ് പറഞ്ഞ പോലെ തന്നെ അത് ലീഗലാണ്, കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വെബ്സൈറ്റിലൊക്കെ ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ആ ഒരു കണക്കിന് മാത്രം അത് ഉണ്ടാക്കിയത്. വേറെ എക്സ്ട്രാ മോഡിഫിക്കേഷന് വല്ലാത്ത രീതിയിൽ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ കുറച്ച് ദൂരം ഓടിച്ച് നോക്കി. അതുപോലെ തന്നെ അസീബ് ഓടിച്ചത് നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ നിൽക്കേണ്ട തന്നെ അത്യാവശ്യം ഓഫ് റോഡിന് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഓടിച്ചു. അപ്പോൾ നമ്മൾ അസീബ് ഉണ്ടാക്കിയ മിനിയേച്ചർ രൂപങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒരു കൊമ്പൻ ബസ് കണ്ടില്ലേ, അതേപോലെ ഒരു ഡിറ്റോ ആ ഒരു പെർഫെക്ഷൻ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ കാണാം. അപ്പോൾ അതേപോലെ LED കാര്യങ്ങളൊക്കെ, ഈ LED ഒക്കെ കത്തുന്നതാണ് കേട്ടോ. ഈ മുകളിലുള്ളതൊക്കെ കത്തുന്നതാണ്. നമ്മൾ അതിനനുസരിച്ച് ബാറ്ററി കണക്ട് ചെയ്താൽ ഒക്കെ വർക്കിംഗ് ആണ്.
അപ്പോൾ ഇതിപ്പോൾ ഒരു ട്രക്കാണ് നമ്മളെ പണ്ടത്തെ ആ ഒരു ടാറ്റ എസി ഉണ്ടാക്കിയത്. അതിൻ്റെ RC രൂപത്തിൽ തന്നെ അല്ലേ, മോട്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ റിമോട്ടിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ടാറ്റ എസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട ഒരു ഒറിജിനൽ ആ ഒരു ലോറീൻ്റെ ലുക്ക് തന്നെ, ഒരു കാര്യം മാറ്റമൊന്നും പറയാനില്ല. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു പെർഫെക്ഷൻ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൊമ്പൻ്റെ ബസ്, അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഇതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും മിനിയേച്ചർ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ ഉദ്ദേശിക്കുന്ന രീതിയിൽ വണ്ടിൻ്റെ പാർട്സ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് തരണമെങ്കിലൊക്കെ അസീബിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അസീബിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഒരു ജീപ്പാണല്ലേ, ജീപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും താറിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഭാഗങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു വിംഗ്ലൈറ്റാണ് കേട്ടോ, നിങ്ങൾ കാണേണ്ട ഒരു ബൈക്കിൻ്റെ വിംഗ്ലൈറ്റാണ്. അപ്പം ഇതൊരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ ഉണ്ടാക്കി കൊടുത്തതാണ്, അതേ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്. നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് അസീബ് ഉണ്ടാക്കി തരും. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ അസീബിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ അസീബിനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അസീബിൻ്റെ ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുണ്ടോ ബസ്സിൻ്റെ ബാക്ക് നമുക്ക് കാണാം. ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റാണ്. ബാക്കിൽ അതുപോലെ തന്നെ സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ഒറിജിനാലിറ്റി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ കൊമ്പൻ്റെ ബസ്സിൻ്റെ ബാക്ക് ഭാഗം. ഇവിടെയൊക്കെ ലൈറ്റ് കാണാം കേട്ടോ, ബ്രേക്ക് ലൈറ്റ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ്, ഇവിടെ ഉള്ളിലുള്ള ലൈറ്റുകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ടാറ്റാസിൻ്റെ ടയറൊക്കെ നോക്കി അതേപോലെ തന്നെ സ്റ്റെപ്പിനി, അതേപോലെ ടയറിൻ്റെ പെർഫെക്ഷനൊക്കെ, ടയറൊക്കെ അതേപോലെ ഒരു ഡിറ്റോ ഒക്കെ. ടാങ്കൊക്കെ അവിടെ കാണാം. അതുപോലെ തന്നെ ഹൗസിങ് പോകുന്നുണ്ട്. മോട്ടർ എടുത്തിട്ട് കണ്ടില്ലേ, ഇവിടെ നിന്നിട്ട് ആ ഒരു രീതിയിൽ തന്നെ. അതേപോലെ ഫ്രണ്ട് ഇത് തുറക്കാൻ പറ്റില്ലേ, അവിടെ തുറക്കാൻ പറ്റുക കണ്ടില്ലേ, ബോണറ്റ് നമ്മൾ തുറന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മളെ മോട്ടർ അവിടെ കാണാം, ഫ്രണ്ടിലുള്ള വീലിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ HR ക്രാഫ്റ്റ്, നമ്മളെ അസീബിൻ്റെ ചാനൽ, അതെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ അസീബ് ഈ ഒരു വണ്ടി ഉണ്ടാക്കിയ വീഡിയോ, അതുപോലെ തന്നെ അസീബ് കുറേ മിനിയേച്ചറൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.